എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എതീരിയത്തിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. സോ എതീരിയത്തിന്റെ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക. സോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. സോ എതീരിയത്തിന്റെ സെക്കൻഡ് വീഡിയോ നമ്മുടെ കോഴ്സിന്റെ 8ാമത്തെ വീഡിയോ. അപ്പോൾ എതീരിയത്തിൽ ഞാൻ പറഞ്ഞല്ലോ 5 ഫീച്ചർ. അതിൽ ഒന്നാമത്തെ ഫീച്ചർ അതായത് സ്മാർട്ട് കോൺട്രാക്ട്. എതീരിയം ഡെവലപ്പ് ചെയ്ത ഏറ്റവും നൂതനമായ അല്ലെങ്കിൽ ഏറ്റവും ഇന്നോവേറ്റീവായ ഒരു ടെക്നോളജി നമ്മുടെ ബ്ലോക്ക് ചെയിനിലേക്ക് അഡാപ്റ്റ് ആയത് ഈ പറയുന്ന സ്മാർട്ട് കോൺട്രാക്ട് ആണ്. സോ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. കരാർ. നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിലും ഉടമ്പടി കരാറെല്ലാം നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു വസ്തു വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കക്ഷികൾ ചേർന്ന് വില്ലേജ് ഓഫീസിൽ ഒരു പ്രമാണത്തിൽ ഒപ്പിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഒപ്പിട്ട് കഴിഞ്ഞ് സബ് രജിസ്ട്രാറൊക്കെ സീൽ ചെയ്ത് ഗവൺമെന്റിലേക്ക് അത് ഏൽപ്പിക്കുക. അപ്പോൾ അവിടെ ഒരു കരാർ നടത്തും. അതിപ്പോൾ വസ്തു വിൽപ്പന അല്ല, ഏത് കാര്യങ്ങളാണ്. ഇപ്പോൾ കോൺട്രാക്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ എന്ത് കാര്യത്തിനും നമ്മളൊരു കോൺട്രാക്ട് ചെയ്യുന്നു. സോ ഇതേ കോൺട്രാക്ട് ഡിജിറ്റലി ഒരു ബ്ലോക്ക് ചെയിനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയാം. അതായത് എതീരിയത്തിൻ്റെ ഈ ഒരു സോൾഡിറ്റി എന്ന് പറയുന്ന ഈ ഒരു കോഡിംഗ് ലാംഗ്വേജ് വഴി ബ്ലോക്ക് ചെയിനിലേക്ക് നമുക്കൊരു കോൺട്രാക്ട് ചെയ്യുന്നു. ആ ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ഈ സ്മാർട്ട് കോൺട്രാക്ട് വന്നതോടുകൂടി നമുക്ക് ഒരുപാട് പുതിയ അപ്ഡേഷനാണ് ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് ഓണർഷിപ്പ്. സോ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം റെക്കോർഡഡ് ആണ്. നമുക്ക് ഓൾറെഡി ബ്ലോക്ക് ചെയിനിൽ നമ്മൾ ആദ്യമേ ബിറ്റ്കോയിൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിനിൽ ഓരോ ട്രാൻസാക്ഷൻസും വെരിഫൈ ചെയ്യുമ്പോൾ ആ ഒരു ഡാറ്റാബേസിലുള്ള എല്ലാ കാര്യങ്ങളും അടുത്തൊരു ബ്ലോക്ക് ചെയിനിലേക്ക് കൈമാറും. അതോടൊപ്പം ആ ഒരു ബ്ലോക്ക് ചെയിൻ്റെ ഡേറ്റയും കൂടെ അവിടെ കറക്റ്റ് റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അത് ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും പോയി പരിശോധിക്കാം എന്നുള്ളതെല്ലാം. സോ ഇവിടെ നമുക്ക് പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ആദ്യം വന്നത്. സോ പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് ആരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ലാൻഡ് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു വസ്തു നമ്മൾ സ്മാർട്ട് കോൺട്രാക്റ്റ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ആ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നമ്മൾ ഫസ്റ്റ് സ്മാർട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു വസ്തു നേരത്തെ ആരുടെ കയ്യിലിരുന്നു, ആ ഒരു വസ്തു ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതായത് ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ആ ഒരു വ്യക്തിയുടെ കയ്യിലായിരിക്കും ഇപ്പോൾ ആ ഒരു വസ്തു ഇരിക്കുന്നത്. സോ അതെല്ലാം നമുക്ക് ഈസിലി ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിലെന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് മിസ്റ്റേക്സ് വരുമെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ മുൻ പ്രമാണങ്ങൾ, പഴയ പ്രമാണങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രമാണങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വേണമെങ്കിൽ മിസ്സാവാം. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഒറ്റ ആ ഒരു ഡീറ്റെയിൽസ്, ആ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. എന്ന് ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തു, എന്നിത് മറ്റൊരാൾക്ക് കൈമാറി, എന്ന് അവർ മറ്റൊരാൾക്ക് സെല്ല് ചെയ്തു, എന്ന് വേറൊരാൾ വാങ്ങി, ഇതെല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാൻ പറ്റും. പിന്നെ ഇതിനെ എഡിറ്റ്, ഡെലീറ്റ്, ഹാക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരിക്കൽ ഇത് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റത്തേയില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അത് തിരുത്തെന്ന് പറയുമ്പോൾ അത് പുതിയൊരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ എന്തോ ഒരു പുതിയ കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇപ്പം നമുക്ക് ഫിസിക്കലി നമ്മുടെ ഒരു പ്രമാണമാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് ചെയ്യാം. പക്ഷെ അത് തുടക്കത്തിൽ നമുക്കറിയാൻ പറ്റൂലെങ്കിലും നമ്മൾ ആ വില്ലേജ് ഓഫീസിലൊക്കെ പോയിട്ട് മറ്റേ പഴയ പ്രമാണമൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് മിസ്മാച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാം. പക്ഷേ അതിന് ഒരുപാട് ടൈം എടുക്കും. ഇതുപോലെയല്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്കറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും. പിന്നെ അവിടെ ഗവൺമെൻറ് റെക്കോർഡിലും ഇത്ര നാൾ കഴിഞ്ഞ് ഒന്നും കാണണമെന്നുമില്ല. ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷേ അതാണ് റിയാലിറ്റി. സോ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുവാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാം റെക്കോർഡിക്കലാണ്. അത് എടുത്ത് നോക്കുമ്പോൾ തന്നെ എല്ലാം വരും. അതിപ്പോൾ എന്താണെങ്കിലും സോ ഇങ്ങനെയാണ് ഈ പറഞ്ഞ സ്മാർട്ട് കോൺട്രാക്റ്റിൽ വരുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ പ്രമാണത്തിൻ്റെ കാര്യം പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്ര ഗവൺമെൻറ് ഓൾറെഡി ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞു. ബ്ലോക്ക് ചെയിനിനെ ഈ പറയുന്ന പ്രമാണങ്ങൾ അല്ലെങ്കിൽ ലാൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഡീൽ ചെയ്യാൻ അവരെടുത്തു കഴിഞ്ഞു. എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് റെക്കോർഡ് ടാമ്പറിങ് ഒഴിവാക്കാൻ വേണ്ടി. ഇവിടെ നമുക്ക് എഡിറ്റിംഗ് ഒന്നും നടക്കത്തില്ല. പക്ഷേ പഴയ ട്രഡീഷണൽ സിസ്റ്റത്തിലെന്ന് പറയുമ്പോൾ എഡിറ്റിങ്ങും അവിടെ ഒരുപാട് കള്ളത്തരങ്ങളും കാണിക്കാൻ പറ്റും. അത് ഈവൻ പല ഓഫീസിലും പണ്ട് കാലങ്ങളിൽ അത് നടന്നിട്ടുണ്ട്. ഇന്ന് കമ്പ്യൂട്ടർ വൽക്കരിച്ചത് കൊണ്ട് കുറവാണ്. പക്ഷേ പണ്ട് കാലങ്ങളിൽ പലതും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും നൂതനമായ രീതിയിൽ ടെക്നോളജി അഡാപ്റ്റ് ആകുമ്പോൾ ആന്ധ്ര ഗവൺമെൻറ് ഓൾറെഡി ആ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് നടക്കുമ്പോൾ നമുക്കൊരു ട്രാൻസാക്ഷൻ ഫീ ഉണ്ട്. അതിപ്പോൾ സ്മാർട്ട് കോൺട്രാക്റ്റ് മാത്രമല്ല, നമ്മളൊരു കോയിന് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്കൊരു ട്രാൻസാക്ഷൻ ഫീ അവിടെ പോകും. കാരണം ഈ ഒരു ട്രാൻസാക്ഷൻ ഫീ ആണ് ഈ പറയുന്ന മൈനേഴ്സ് ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യാൻ നേരത്ത് അവർക്ക് കൊടുക്കുന്നത്. നമ്മളെ നിന്ന് എടുക്കുന്ന ട്രാൻസാക്ഷൻ ഫീ. ഈ ഒരു ബ്ലോക്ക് ചെയിനിൻ്റെ ഈ ഒരു എക്കോസിസ്റ്റം റണ്ണ് ചെയ്യാൻ വേണ്ടിയും ഈ ഒരു ട്രാൻസാക്ഷൻ ഫീ മെയിനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ
ട്രാൻസാക്ഷൻ ഫീ എന്ന് പറയുന്ന ഈ ഫീ എന്ന് പറയുന്നത് ഓരോ ബ്ലോക്ക് ചെയിനിനും അവരുടേതായ ടോക്കൺസ് കാണും. ഇപ്പോൾ എതീരിയത്തിന് എത്തർ എന്ന് പറയുന്ന അവരുടെ ഓൺ ടോക്കണാണ് ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടോക്കൺ അതൊരു യൂസ് കേസാണ്. ഈ ബ്ലോക്ക് ചെയിൻ എത്രമാത്രം ഡെവലപ്പ് ആവുന്നോ അത്രമാത്രം ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് നടക്കുന്നു, ട്രാൻസാക്ഷൻ നടക്കുന്നു, പുതിയ പ്രോജക്ട്സ് ഇതിലേക്കൊക്കെ വരുന്നു. ഒരുപാട് പുതിയ കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് എത്തർ എന്ന് പറയുന്ന ഈ ഒരു ടോക്കണാണ്. അപ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ കയറാനും അല്ലെങ്കിൽ ആ ഒരു ടോക്കണിൻ്റെ ഒരു യൂസ് കേസും അവിടെ ഉണ്ട്. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കാര്യമാണെങ്കിൽ ബിറ്റ്കോയിൻ നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോഴും അവിടെ ബിറ്റ്കോയിൻ തന്നെയാണ് ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് പോകുന്നത്. സോ ഇതേപോലെ പല പല ബ്ലോക്ക് ചെയിൻസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട്. പല പല ബ്ലോക്ക് ചെയിൻസ്. അപ്പോൾ അവർ ചിലതൊക്കെ അവരുടെ ഓൺ ടോക്കൺ എടുക്കാറുണ്ട്. ചില പ്രോജക്ട്സ് ഒക്കെ സ്റ്റേബിൾ കോയിൻ എടുക്കാറുണ്ട്. ചില പ്രോജക്ട്സ് ഒക്കെ എതീരിയത്തിൻ്റെ ലെയർ 2സ് എടുക്കാറുണ്ട്. അങ്ങനെ അങ്ങനെ പല പല ലെവലുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ബ്ലോക്ക് ചെയിൻ ആണ് ഡീൽ ചെയ്യുന്നതെന്ന് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ ഫീ കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ ഫീ നിങ്ങൾക്കറിയാം. ഈ ട്രാൻസാക്ഷൻ ഫീനെയാണ് നമ്മൾ ഗ്യാസ് എന്ന് പറയുന്നത്. എതീരിയത്തിൻ്റെ ഗ്യാസ് ഫീ എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. എതീരിയത്തിൻ്റെ ഗ്യാസ് ഫീ അല്ലെങ്കിൽ ഗ്യാസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കാരണം എതീരിയം എന്ന് പറയുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടോക്കൺ എത്തർ ടോക്കണിന് ഇന്ന് മാർക്കറ്റിൽ $3500 ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു നെറ്റ്വർക്കായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഗ്യാസ് ഫീയുടെ എമൗണ്ട് കൂടുതലായിക്കൊണ്ടേയിരിക്കും. ഗ്യാസ് ഫീ എന്ന് പറയുമ്പോൾ ചെറിയ ലെവലല്ല, കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് എത്രമാത്രം കൂടുന്നോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അത്രയും എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതായത് ബിറ്റ്കോയിൻ്റെ ഹാൽവിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഈ ഒരു കുറച്ച് നാൾ മുമ്പാണ് നടന്നത്. ഈ കുറച്ച് നാൾ മുമ്പ് നടന്നപ്പോൾ ആ ഒരു ബ്ലോക്ക് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ബ്ലോക്കിലാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഈ പ്രോസസ്സിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഈ ഗ്യാസ് ഫീ ആയിട്ടൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹാൽവിംഗ് നടന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിലേക്ക് തങ്ങളുടെ ട്രാൻസാക്ഷൻ വരാൻ വേണ്ടി ഓരോ ആൾക്കാർ $1,000,000 ആണ് ഈ പറയുന്ന ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് കൊടുത്തത്. കാരണം വെറും ക്രൈസ്, കുറെ ഭ്രാന്ത്, അല്ലാതെ വേറെ ഒന്നും ഇവിടെ പറയില്ല. കാരണം അവരുടെ ആ ഒരു ബ്ലോക്കിൽ ഇവരുടെ വാലറ്റ് അഡ്രസ് ഒക്കെ വരാൻ വേണ്ടി കൊടുത്തത് എത്രയും $1,000,000 ആണ്. അപ്പോൾ ഒരുപാട് പേര് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ഫീ കൂടുതലായിരിക്കും. അപ്പോൾ എതീരിയത്തിൻ്റെ ഗ്യാസ് ഫീ കുറഞ്ഞിരിക്കുന്ന സമയത്ത് വേണം എതീരിയം ബ്ലോക്ക് ചെയിനിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എതീരിയത്തിൻ്റെ വല്ല ലെയർ 2സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ലെയർ 2 എന്താണെന്നൊക്കെ വരുന്ന വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ എതീരിയത്തിൻ്റെ ഗ്യാസ് ഫീ എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി നോക്കിയാൽ മതി. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ജസ്റ്റ് പോയി നോക്കിയാൽ മതി. ഏറ്റവും മുകളിൽ നമുക്ക് എതീരിയത്തിൻ്റെ ഗ്യാസ് എന്ന് പറഞ്ഞ് ഗുവേ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കും, GWEI. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കിയാൽ മതി. എത്തിൻ്റെ ഗ്യാസ് ഫീ അറിയാൻ പറ്റും. പൊതുവേ എതീരിയത്തിൻ്റെ ഗ്യാസ് ഫീ ഇന്ത്യൻ ടൈമിൽ കുറഞ്ഞിരിക്കുന്നത് രാവിലെ ഒരു 5 മണി തൊട്ട് ഒരു 9 മണി ആ ഒരു ടൈം തന്നെയാണ്. കാരണം ഈ ടൈം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും നൈറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അത്രമാത്രം ഇംപ്ലിമെൻറ്റേഷൻസ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ എത്തെന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് എതീരിയത്തിൽ വളരെ കുറച്ച് കോഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. മെയിനായിട്ട് വിദേശത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ടൈം വർക്കാവുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പം നമുക്കിവിടെ ഏറ്റവും ട്രാൻസാക്ഷൻ ഫീ കുറഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയുന്നത് വെളുപ്പാങ്കാലത്തെ 5 മണി തൊട്ട് ഒരു 9, 10 മണി വരെ. അല്ലെങ്കിൽ ശനിയും ഞായറും ഒക്കെ നോക്കുക. മെയിനായിട്ട് എതീരിയത്തിൻ്റെ ഗ്യാസ് ഫീ ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ടൈം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ഫീ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇത്ര മാത്രം മതി. സ്മാർട്ട് കോൺട്രാക്ട് എന്താണ്, ഗ്യാസ് ഫീ എന്താണ്, അതോടൊപ്പം ഓരോ ബ്ലോക്ക് ചെയിൻസിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റിയും കൂടെ അടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസായ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റ് കാണും വരെ സലാം.